ഹായ്. ഇന്നേ ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇന്നിപ്പോൾ 8:55, 9 മണിയായിട്ടുണ്ട്. 9:15 ആവുമായിരിക്കും ജിമ്മെത്തുമ്പോൾ. ഇച്ചിരി ലൈറ്റായി പോയി, എന്താ ചെയ്യാം. സാരമില്ല, മനുഷ്യരല്ലേ, ഇടയ്ക്ക് ഇറങ്ങിപ്പോവും, ഇടയ്ക്ക് കറക്റ്റ് സമയത്ത് പോവും. ഇതൊക്കെ ഒരു ഇതാണ്. കാർമേഘം മൂടി നിൽക്കുന്നുണ്ടോ? നമുക്ക് ഭാഗ്യമുണ്ടേ, ഒന്നെങ്കിൽ അങ്ങ് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴും അവിടെ എത്തിയിട്ട് എപ്പോഴെങ്കിലും ഒരു മഴ പെയ്യുമായിരിക്കും. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഉണ്ടോ? ജിമ്മെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയിപ്പോൾ അമ്മേനെ ഫിസിയോതെറാപ്പിക്ക് വിട്ടിട്ട് ഞാനിന്ന് വേറൊരു സ്ഥലത്ത് പോവാം. അതെവിടെ എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് പിന്നെ ഇന്ന് വേറെ ആൾ വരുന്നുണ്ട്. ആളെ പിക്ക് ചെയ്യാൻ പോകണം കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ വരുന്നുണ്ട്, ഒരാളോട് വരാനുണ്ടേ. പേരെന്താ? ഷഫീഖ്. നമ്മുടെ കോഡ് വന്ന പുള്ളിക്കാരി ഇതിപ്പോൾ ഇപ്പം പറയട്ടെ, 9272. ഇപ്പോൾ വരും, ഒരു മിനിറ്റ്. കഴിയുമ്പോൾ നോക്കിയിട്ട് വിളിക്കട്ടോ. ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കണ്ണംകുന്നത്ത് ആശ്രമം, അല്ലെങ്കിൽ സെൻറ്റ് തെരേസ മൊണാസ്ട്രി എന്ന് പറയുന്നൊരു പള്ളി. അവിടെ നമ്മൾ വന്ന് കൊണ്ട് തിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് നീങ്ങിയതാണ്. അവിടെ ഒരു അഡോറേഷൻ ചാപ്പലുണ്ട്. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ ഞാനിവിടെ വരും. അതൊരു ശീലമാണ്. കോളേജൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ല. ഫ്രീ ആണെങ്കിൽ എന്തെങ്കിലും വരും. ഇപ്പം ഫിസിയോതെറാപ്പിക്ക് അമ്മ കയറി കഴിഞ്ഞാൽ എനിക്കവിടെ വേറെ റോളൊന്നുമില്ല. അപ്പോൾ അതപ്പോൾ ഞാനിങ്ങനെ വരും. ഇങ്ങനെ അവിടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സൊന്ന് സമാധാനമാവും. ഇപ്പം ഞാനിങ്ങ് വന്നില്ലേ, അത് ഞാൻ ഉപയോഗിക്കുന്നത് റാപ്പിഡോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്, ഊബറല്ല. ഊബർ ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല. ഊബർ ഭയങ്കര തേപ്പാണ്. അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പം ഞാൻ റാപ്പിഡോയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളും റാപ്പിഡോ ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് ആഡ് സ്റ്റോപ്പൊക്കെ കൊടുത്ത് പോവാം. മനസ്സിലായോ? ഒരു 2 സ്റ്റോപ്പ്, ഇപ്പോൾ അമ്മേനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നില്ല. അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിലും പോകാൻ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പള്ളിയുടെ ഒരു ഫ്രണ്ട് വശം കേട്ടോ. നല്ല അടിപൊളി പള്ളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ അഡോറേഷൻ ചാപ്പൽ എന്താണെന്ന് അറിയാത്തവർക്ക് ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ളതാണ് അഡോറേഷൻ ചാപ്പൽ. ക്രിസ്ത്യൻസിന് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവരാരും ഉണ്ടെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പിന്നെ എന്നെ കണ്ടാൽ എനിക്കൊരു ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എനിക്കൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റിയ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പറ. നോക്കാം നമുക്ക്. ഇതാണ് അഡോറേഷൻ ചാപ്പൽ. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ മിണ്ടാൻ പറ്റൂല. ഞാൻ അതിൻ്റെ അകത്തൊരു മിണ്ടൂല. കാണിച്ചു തരാം വെറുതെ. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്. ലെൻസിന് പ്രശ്നമുണ്ട്. ചെറുതായിട്ട് കണ്ടു വണ്ടി കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു?
എങ്ങനെ ഉണ്ടായിരുന്നു? പോവാ. നമുക്ക് റെസ്റ്റില്ല. നമ്മൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് വീണ്ടും പോവാം. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു അതിഥി വരുന്നതെന്ന് ആളെ കൂട്ടാൻ പോവാം. മുൻപ് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങോട്ട് പോയോ? മുൻപ് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് യെസ് പോവാ. 10:74. അതെ, മുൻപ് അമ്മയ്ക്ക് അത്യാവശ്യം ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അമ്മയും ഞാനും കൂടെ പോയി പിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളല്ലോ പോയപ്പോൾ അപ്പം ഞാൻ പോയി പിക്ക് ചെയ്തു ഒറ്റയ്ക്ക്. ലോങ് ഡ്രൈവ് ഒന്നും പറ്റാത്തതുകൊണ്ട് ഇതേപോലെ ഊബറിൻ്റെ സഹായം, അല്ലെങ്കിൽ ഊബർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഊബറല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ കേരള സഫാരി ആണ് ഉപയോഗിക്കുന്നത്. കേരള സഫാരി അല്ല, റാപ്പിഡോ. അതിൻ്റെ സഹായത്തോടെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ഈ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. നമ്മളൊരു ദോസ്ത പള്ളിയുടെ മുമ്പിൽ വന്നു. പക്ഷെ പള്ളിയുടെ മുമ്പിൽ അവൻ പള്ളിയുടെ മുമ്പിലല്ല, പക്ഷെ മാറിയിട്ടാണ്. അപ്പം അവനെ കൂട്ടാൻ വേണ്ടി പോവാം. പക്ഷെ മുമ്പിലോട്ട് പോവാം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ശരവണ ഭവൻ ഹോട്ടലുണ്ട്, അതിൻ്റെ മുമ്പിൽ ആണ് ആളുള്ളത്. ഈ ചേട്ടൻ നമ്മളെ തിരിച്ചു വെട്ടിക്കൊണ്ട് വിടാമെന്ന് പറഞ്ഞത് സമാധാനമായി. അതാ ദൈവം നമുക്ക് ഇതിൻ്റെ നല്ല നല്ല ആൾക്കാർ ഒരുക്കി തരും. ശരിയല്ലേ? അതെ അതെ. ഞാനും ഇവനൊക്കെ ഒരുമിച്ചെത്തി. ഞാനും ഒരുമിച്ചെത്തി. അമ്മയ്ക്കോ? അമ്മ മേളിൽ പോയി അമ്മച്ചി കുളിക്കുന്നു. ഇപ്പോഴേ ഞാനിപ്പോൾ ഉള്ളത് തവ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ്. ഇവിടെ വന്നത് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇതിപ്പോൾ സാറ്റർഡേ ആണ്. മറ്റേ വീഡിയോ എടുത്തത് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു. നമുക്ക് നാളെ കാണാം. ഞായറാഴ്ച വീഡിയോ ഉണ്ടാവില്ല. ഞായറാഴ്ച അവധിയാണ്. ഓക്കെ, നമുക്കപ്പം ഞായറാഴ്ചത്തെ കാഴ്ചകളായിട്ട് തിങ്കളാഴ്ച കാണാം കേട്ടോ.